അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വി ആർ ഗിവൺ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 1. ഈ ഫംഗ്ഷൻ ഏതൊക്കെ ഇന്റർവെല്ലിലാണ് ഇൻക്രീസിങ്, ഏതൊക്കെ ഇന്റർവെല്ലിലാണ് ഡിക്രീസിങ്, പിന്നെ അതിനുശേഷം ഏതൊക്കെ ഇന്റർവെല്ലിലാണ് ഇത് കോൺകേവ് അപ്പ്, ഏതൊക്കെ ഇന്റർവെല്ലിലാണ് ഇതിന്റെ കോൺകേവ് ഡൗൺ. അതിനുശേഷം ഇതിന്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് റഫ് ആയിട്ട് സ്കെച്ച് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊരു നല്ല മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. മീൻസ് ഒരു 15 മാർക്കിന്റെ സബ് പാർട്ട് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ കോൺകേവ് അപ്പ് ആവുന്ന ഇന്റർവൽ, കോൺകേവ് ഡൗൺ ആവുന്ന ഇന്റർവൽ, ഇൻഫ്ലക്ഷൻ പോയിന്റ് ഏതാണ്, ഇൻക്രീസിങ് എവിടെയാണ്, ഡിക്രീസിങ് എവിടെയാണ്, അതിനുശേഷം ഇതിൽ നിന്ന് റഫ് ആയിട്ട് സ്കെച്ച് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിന്റെ ഡെറിവേറ്റീവിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഫംഗ്ഷനെ ഡിറൈവ് ചെയ്യുന്നു. ദാറ്റ് വിൽ ബി 3x² മൈനസ് 6x. ഡിറൈവ് ചെയ്യുന്നു. 3x² മൈനസ് 6x ആണ് ഡെറിവേറ്റീവ്. ഓൾസോ കോൺകേവ് അപ്പ് കോൺകേവ് ഡൗൺ തീരുമാനിക്കാനായിട്ട് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ആവശ്യമുണ്ട്. സോ ഐ എം മൂവിങ് ഫോർ യുവർ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. അത് നമ്മളിവിടെ ചെയ്യുമ്പോൾ 6x മൈനസ് 6 എന്ന് കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻക്രീസിങ് ഡിക്രീസിങ് തീരുമാനിക്കാനായിട്ട് എഫ് ഡാഷ് ഓഫ് എക്സിനെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് 3x² മൈനസ് 6x നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ഓബിയസ്ലി നിങ്ങൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് 3 into x ഇവിടെ കോമൺ എടുക്കാൻ കഴിയും. കോമൺ എടുക്കും. ബാക്കി ഇവിടെ എക്സും ഇവിടെ 2ഉം ബാക്കി കാണും. ഓബിയസ്ലി ഒരിക്കലും എന്താകില്ല, 3 0 ആകാൻ പോകുന്നില്ല. അപ്പൊ കൂടെയുള്ള എക്സ് 0 ആയിരിക്കാം, അല്ലെങ്കിൽ x മൈനസ് 2 0 ആയിരിക്കാം. x മൈനസ് 2 0 ആയിരിക്കാം. x മൈനസ് 2 0 ആവുക എന്ന് പറഞ്ഞാൽ x 2 ആവുക എന്നുള്ളതാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ ഒന്നുകിൽ 0യും അല്ലെങ്കിൽ 2ഉം. സോ നമ്മൾ പോകുന്നത് നമ്പർ ലൈൻ എടുക്കുന്നു. അതില് നമുക്ക് ഇപ്പൊ കിട്ടിയ 2 പോയിന്റിനെയും മാർക്ക് ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ 2 പോയിന്റിനും പേരുണ്ട്. നമ്മൾ ഇയാളെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയാറുണ്ട്. അത് നിങ്ങൾ പഠിക്കും. ഇപ്പൊ എന്തായാലും അതിന്റെ പേര് പഠിക്കാനില്ല, അവിടെ ഇരിക്കട്ടെ. എഫ് ഡാഷ് ഓഫ് എക്സ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ആ പോയിന്റ് നമ്മൾ എടുത്തു. ഓക്കെ, ദിസ് ഇസ് ഫിക്സഡ് പോയിന്റ്. ഈ പോയിന്റിന്റെ ഇടയിലൊക്കെ ഉള്ള എന്താണ് ആർബിട്രറി വാല്യൂസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ ഇവിടെ -1 ചൂസ് ചെയ്യുന്നു, ഇവിടെ 1 ചൂസ് ചെയ്യുന്നു, ഇവിടെ 3 ചൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സിലേക്കാണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് -1, എഫ് ഡാഷ് അവിടെയുണ്ട്. 3 into -1² മൈനസ് 6 into -1. ഓബിയസ്ലി ഇത് പോസിറ്റീവ് ആണ്, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പോസിറ്റീവ് ആണ്. മൈനസ് കൂടെ പ്ലസ് ആകും, പോസിറ്റീവ് ആവും. ഇനി എഫ് ഡാഷിന്റെ അകത്ത് അടുത്ത സെലക്ടഡ് വാല്യൂ കൊടുക്കണം. അത് 1 ആണ്. അതെന്ന് പറയുന്നത് 3 into 1², അത് 1 ആണ്. -6 into 1, that will be 3 minus 6 -3 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു -3 ആണ്. അത് നെഗറ്റീവ് ആണ്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് 2 ആണ്. എഫ് ഡാഷ് ഓഫ് 2, 3 into 2² minus 6 into 2, that is 12 minus 6, that is 6, that is greater than 0. നമ്മള് വാല്യൂസ് കൊടുത്തു. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എവിടെയാണെന്ന് തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. -1 കൊടുത്തപ്പോ അതായത് 0ക്ക് മുകളിലുള്ള വാല്യൂ കൊടുത്തപ്പോ നമുക്ക് പോസിറ്റീവ് കിട്ടി. അതായത് -∞ മുതൽ 0 വരെ, -∞ വരെ ഇയാള് ഇൻക്രീസിങ് ആണ്. അവിടെ മാത്രമല്ല 2ന് ശേഷവും പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെയും ഇൻക്രീസിങ് ആണ്. 2ന് ശേഷം എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 2 to ഇൻഫിനിറ്റി, അവിടെയും ഇൻക്രീസിങ് തന്നെയാണ്. ഡൺ. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇടയ്ക്കുള്ള വാല്യൂ ആണ്. അതായത് 0യുടെയും 2ന്റെ ഇടയിൽ മാത്രം എഫ് ഡാഷ് നെഗറ്റീവ് ആയിട്ടുണ്ട്. അതായത് 0യുടെയും 2ന്റെയും ഇടയില് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്.
നിങ്ങൾക്കറിയാം ഇൻക്രീസിംഗ് ആയിട്ടുള്ള രണ്ട് ഇന്റർവെല്ലിന്റെയും കൂടെ യൂണിയൻ എടുത്ത് അവിടെയാണ് ഇൻക്രീസിംഗ് എന്ന് ഞാൻ എഴുതി വെക്കാറുണ്ട്. അപ്പൊ ഇനി അത് രണ്ടിന്റെയും കൂടെ യൂണിയൻ എടുത്ത് എഴുതുകയാണ് നത്തിങ് എൽസ്, അതായത് യൂണിയൻ ക്ലോസ്ഡ് ഇന്റർവൽ 2 to ഇൻഫിനിറ്റി. അത്രയും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ഈ ഇന്റർവെല്ലാണ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ്. മറ്റേ 0 to എന്ന ക്ലോസ്ഡ് ഇന്റർവെൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ഡൺ. ഇനി അടുത്ത് നമ്മൾ കോൺകേവിറ്റി ആണ് നോക്കുന്നത്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നിങ്ങൾ അവിടെ കണ്ടു, അത് 6x - 6 ആണ്. നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് 6x - 6നെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. 6 കോമൺ എടുക്കുമ്പോൾ x - 1 ആകും. അതായത് x = 1 ആകും. x = 1 എന്നുള്ള ഒരൊറ്റ പോയിന്റ് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്പർ ലൈൻ വരയ്ക്കുന്നു, 1 മാർക്ക് ചെയ്യുന്നു, 1ന് മുൻപും 1ന് ശേഷമുള്ള രണ്ട് വാല്യൂസ് ചൂസ് ചെയ്യുന്നു. അവർ രണ്ടുപേരെയും എഫ് ഡബിൾ ഡാഷിൽ കൊടുക്കുന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം -6 ആണ്. -6 ആണ്, അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആവുമ്പോൾ കോൺകേവ് ഡൗൺ. എഫ് ഡബിൾ ഡാഷിന്റെ അകത്ത് അടുത്ത വാല്യൂ 2 കൊടുക്കുന്നു. That will be 6 into 2 minus 6. That is going to be 6. That is positive. അതായത് -∞ മുതൽ, അതായത് 1ന് മുൻപ് ഇയാള് കോൺകേവ് ഡൗൺ ആണ്. അതേസമയം 1ന് ശേഷം ഇയാള് കോൺകേവ് അപ്പാണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 എന്ന പോയിന്റിലാണ് ഇൻഫ്ലക്ഷൻ സംഭവിക്കുന്നത്. കാരണം ആ പോയിന്റിലാണ് ഫംഗ്ഷൻ 1 ആയി മാറിയത്. ഫംഗ്ഷൻ വാല്യൂ 1 ആയി മാറിയത്. അപ്പൊ അയാളാണ് നമ്മുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് എടുത്തെഴുതുമ്പോൾ കോർഡിനേറ്റ് ആയി തന്നെ എടുത്തെഴുതണം. അതായത് ഈ 1നെ എടുത്ത് നമ്മുടെ ഫംഗ്ഷനിൽ കൊടുക്കണം. നമ്മുടെ ഫംഗ്ഷൻ എന്താ അവിടെ കിടപ്പുണ്ട്, ആ ഫംഗ്ഷനിൽ നമ്മൾ 1നെ എടുത്ത് കൊടുക്കണം. അതായത് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ക്യൂബ് മൈനസ് 3 into 1 square plus 1. That is going to be 1 minus 3 plus 1, that is -1. അപ്പൊ നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് x വാല്യൂ 1, y വാല്യൂ -1. ഇയാളാണ് നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്. കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഒരു എക്സ്ട്രാ കാര്യം അവർ പറഞ്ഞിരുന്നു, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനാണ് പോകുന്നത്. വീണ്ടും മനസ്സിലാക്കുക, ഇതൊരു റഫ് ഫിഗർ ആണ്. എക്സാക്ട് ലൊക്കേഷൻസ് ഒന്നും വേണ്ട, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ എന്താണ് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ഏതൊക്കെ പോയിന്റ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത് വ്യക്തമായി പറഞ്ഞുതരാം. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയ പോയിന്റുകൾ നിങ്ങൾ കണ്ടല്ലോ. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയ പോയിന്റ്, ഞാൻ അയാളെ ഒരു പേര് വിളിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. അതിന് ഞാൻ വിളിച്ച പേര് ക്രിട്ടിക്കൽ പോയിന്റ് എന്നോ സ്റ്റേഷനറി പോയിന്റ് എന്നോ വിളിക്കാം. ഞാനത് പിന്നെ ഡിഫൈൻ ചെയ്യും. ആ പോയിന്റുകൾ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയ പോയിന്റുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് x = 0യും x = 2. ഞാൻ ഇത് ഇവിടെ 1 എന്ന് മാർക്ക് ചെയ്തു. 1 ചുമ്മാ മാർക്ക് ചെയ്താൽ 1 വേണ്ടി വരും എന്തായാലും. 2 ഒരു അളവ് കിട്ടാൻ വേണ്ടി മാർക്ക് ചെയ്തത്. പിന്നെ എഫ് ഡബിൾ ഡാഷ് 0 ആയ പോയിന്റ്, അതെന്താണ്? എഫ് ഡബിൾ ഡാഷ് 0 ആയ പോയിന്റ് 1 ആണ്. നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ സംഭവിച്ച പോയിന്റ് 1 ആണ്. ഇത്രയും പേരെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. ഒബ്വിയസ്ലി ഇത് x ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്. നമ്മൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് -∞ മുതൽ 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ഇൻക്രീസിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അയാൾ ഇങ്ങനെ വരണമായിരിക്കും. ഇൻക്രീസിംഗ് ഇതായിരിക്കും കാരണം.
അപ്പൊ ഇൻക്രീസിങ് ആണ്. അതിപ്പോ ഞാൻ എന്തായാലും അത് കൺഫേം ചെയ്യുന്നില്ല, ഞാനത് കൺഫേം ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ 0 മുതൽ 1 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. 0 മുതൽ 1 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ കുറഞ്ഞു വരണം. ചിലപ്പോൾ അത് ഇങ്ങനെ വരുമായിരിക്കും, അറിയത്തില്ല. കുറയുകയാണ്. അതിനുശേഷം അടുത്തെന്ത് സംഭവിക്കുന്നു? 1 മുതൽ പിന്നെ 0 മുതൽ 2 വരെയാണ് കേട്ടോ. 0 മുതൽ 2 വരെയാണ് ഫംഗ്ഷൻ ഡിക്രീസിങ്. 0 മുതൽ 2 വരെയാണ് ഫംഗ്ഷൻ ഡിക്രീസിങ്. 0 മുതൽ 2 വരെയാണ് ഫംഗ്ഷൻ ഡിക്രീസിങ്. എന്നിട്ട് 2 മുതൽ പിന്നെ അങ്ങോട്ട് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. 2 മുതൽ പിന്നെ അങ്ങോട്ട് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇതാണ് അവരവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാനൊന്ന് റഫ് ഫിഗർ വരച്ചതേ ഉള്ളൂ. ഇതൊക്കെ മതി. ഞാൻ പക്ഷെ ഫൈനലാക്കിയിട്ടില്ല, ഞാൻ മനസ്സിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ വേറൊരു കാര്യം, 1 വരെ, അതായത് 1 നിങ്ങളുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ്. 1ന് മുൻപ് ഇയാൾ കോൺകേവ് ഡൗൺ ആണ്. ഇയാൾ എന്താണ്? കോൺകേവ് ഡൗൺ ആണ്. അതായത് അയാളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. 1 വരെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണല്ലോ 1. 1ന് ശേഷം അയാളുടെ ഷേപ്പ് ഇങ്ങനെ. 1 വരെ ഉറപ്പാണ് അയാൾ കോൺകേവ് ഡൗൺ ആണ്. 1ന് ശേഷം അയാളുടെ കോൺകേവിറ്റി അയാൾ മാറ്റും. അതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് ഞാൻ ഇവിടെ റഫായിട്ട് പ്ലോട്ട് ചെയ്തത്. നിങ്ങൾ ഇനി ഇവിടെ ഒന്ന് നോക്കൂ. ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുക. 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അത് കാണാം. 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യാണ്, കൂടി വരിക. അതിനുശേഷം 0 മുതൽ 2 വരെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ്, കുറയുകയാണ്. ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിന് ശേഷം അയാള് കൂടുകയും ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 2ന് ശേഷം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ. അപ്പൊ നമുക്ക് വേണ്ട ഗുണഗണങ്ങളൊക്കെ ഉള്ള ഒരു കർവാണ് നിങ്ങളിപ്പോ വരച്ചൊപ്പിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ യാതൊരുവിധ മെഷർമെന്റ് ഇവിടെ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് എന്റെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെ കുറിച്ച് വരച്ചത്. വൃത്തിക്ക് ഇത് വരച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇങ്ങനെ ലൊക്കേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ. ലൊക്കേറ്റ് സാധാരണ ചോദിക്കാറില്ല, പക്ഷെ നമ്മുടെ നിർഭാഗ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചു വെച്ചാൽ മതി. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സ്കെയിലിംഗ് ഒന്നും ഒരു വിഷയമല്ല. സ്കെയിലിൽ നിങ്ങൾക്ക് വരേണ്ട ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. 0 വരണം, 1 വരണം, 2 വരണം. എന്തുകൊണ്ട് വന്നു? f' of x 0 പോയിന്റ്, f" of x 0 പോയിന്റ്, ഇൻഫ്ലക്ഷൻ പോയിന്റ്സ്. അത് കൃത്യമായി വന്നു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ വരച്ചല്ലോ. ഇനി ഓക്കെ, ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, പ്രോബ്ലം there. ഓക്കെ, ദിസ് ഇസ് ഓക്കെ. ഈ ഒരു കാര്യം ഓക്കെ. നേരത്തെ ഞാൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ 1നെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് വരച്ചത്. 1 എന്ന പോയിന്റ് ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് വരച്ചത്. ഇപ്രാവശ്യം ഞാൻ ക്രോസ് ചെയ്യാതെയാണ് വരച്ചത്. ക്രോസ് ചെയ്യാതെ വരച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ തന്നെ നോക്കൂ. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 0 വരെ ഇൻക്രീസ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചത്. 0 വരെ ഇൻക്രീസ് ചെയ്യണം. 0ക്ക് ശേഷം പതുക്കെ ഡിക്രീസ് ചെയ്യണം. അതിന് ശേഷം വീണ്ടും ഇൻക്രീസ് ചെയ്യണം. കോൺകേവ് ഡൗൺ, അവിടെ നിന്ന് മാറി കോൺകേവ് അപ്പ് ആയി ഇടാം. നല്ല ഫിഗറാണ്. ഇതിന് ഫുൾ മാർക്ക് കിട്ടും, യാതൊരു സംശയവും വേണം. അപ്പൊ ഇതാണ് നമ്മുടെ സ്കെച്ചിങ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. ശരി, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ തരുന്നു, കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ ഏതൊക്കെ ഇന്റർവെൽ ആണെന്ന് നമ്മൾ പറയുന്നു. ഏതൊക്കെ ഇന്റർവെൽ ആണെന്ന് കാണിക്കണം. ഇൻക്രീസിങ് ഡിക്രീസിങ് എവിടെയാണെന്ന് കാണിക്കണം. ഇൻഫ്ലക്ഷൻ പോയിന്റ് കാണിക്കണം. റഫ്ലി അതൊന്ന് സ്കെച്ച് ചെയ്യാനും പറയുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട്.
ഓക്കെ, കൺക്ലൂഷൻസ് നിങ്ങളുടെ ഒരു ഗ്രാഫിന്റെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. സാരമില്ല, ഇപ്പൊ വരച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. എങ്കിലും പക്ഷെ നമുക്കൊന്ന് വരച്ച് നോക്കാം. എക്സ് പ്ലസ് 2 sin x, ഇതാണ് ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ പഴയത് തന്നെ, അതായത് ഇയാളുടെ ഇൻക്രീസിങ് പോയിന്റ്, ഡിക്രീസിങ് പോയിന്റ്, എന്താണ് ഇൻക്രീസിങ് പോയിന്റ്, ഡിക്രീസിങ് പോയിന്റ്, പിന്നെ കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ, പിന്നെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പക്ഷെ ഇവിടെ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പോലെയുള്ള ഒരു ആൾജിബ്രായിക് ഫംഗ്ഷൻ അല്ല നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. നമ്മൾ കൊടുക്കും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ചെറിയൊരു കുഴപ്പം ഇവിടെ ഉണ്ട്. ആ കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, ഓബിയസ്ലി ആദ്യം എനിക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് വേണം. അത് നിങ്ങൾക്ക് അറിയാം, 1+2 cos x ആണ്. 1+2 cos x ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടി. ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കാനായിട്ട് എഫ് ഡാഷ് ഓഫ് എക്സിനെ ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. That is equal to 1+2 cos x is equal to 0. That is equal to cos x is equal to -1/2. Cos x is equal to -1/2. കോസിന്റെ വാല്യൂ 1/2 ആകാം. എപ്പോഴാണ് കോസിന്റെ വാല്യൂ 1/2 ആകുന്നത്, -1/2 ആകുന്നതെന്ന് അറിയാമോ? കോസിന്റെ വാല്യൂ -1/2 ആകുന്നത് അറിയാമോ? അല്ലെങ്കിൽ കോസിന്റെ വാല്യൂ 1/2 ആകുന്നത് എവിടെയെന്ന് അറിയാമോ? 60 ആവും. കോസിന്റെ വാല്യൂ 60 ആകുമ്പോൾ cos 60 ആണ് 1/2. 1/2 ആണ്, പക്ഷെ -1/2 അല്ല. cos 60 ആണ്, പക്ഷെ -1/2 അല്ല. cos 60 1/2 ആണ്, -1/2 അല്ല. അപ്പൊ അവിടെ ഒരു കുഴപ്പമുണ്ട്. ശരി, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. നിങ്ങള് അറിയാവുന്നുള്ള ഒരു കാര്യമുണ്ട്. ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഈ കോർഡിനേറ്റിലാണെങ്കിൽ, അതായത് 0 മുതൽ 90 ഡിഗ്രി വരെ ആണെങ്കിൽ എല്ലാവരും പോസിറ്റീവാണ്, ഓൾ പോസിറ്റീവാണ്. 90യുടെയും 180യുടെ ഇടയിലാണെങ്കിൽ സൈനും സൈനിന്റെ റെസിപ്രോക്കലും മാത്രമാണ് പോസിറ്റീവ്. 180യുടെയും 270യുടെ ഇടയിലാണെങ്കിൽ ടാനും ടാനിന്റെ റെസിപ്രോക്കലുമാണ് പോസിറ്റീവ്. അതേസമയം 270ന്റെയും 0 ഡിഗ്രി അഥവാ 360 ആണല്ലോ വീണ്ടും 0 വരുന്നത് കറങ്ങി വരുമ്പോ, ഇവിടെ കോസും കോസിന്റെ റെസിപ്രോക്കലുമാണ് പോസിറ്റീവ്. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ? ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ഒരു കോസ് വാല്യൂ, അതായത് കോസ് വാല്യൂ നിങ്ങളുടെ എക്സ് ആക്സിസുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിൽ, എക്സ് ആക്സിസുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയുക എന്ന് പറഞ്ഞാല്, നിങ്ങൾ നോക്കുക 180 പ്ലസ് തീറ്റ. കോസ് 180 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതേപോലെ സൈൻ 0 മൈനസ് തീറ്റ. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എക്സ് ആക്സിസ് തന്നെയാണ്. അവിടെ നിന്ന് താഴോട്ട് പറയുമ്പോൾ വീണ്ടും എന്താണ് നമ്മൾ എക്സ് ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. പക്ഷെ കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് പറയുന്നത് എന്താണ്, വൈ ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. വൈ ആക്സിസ് 90 ഡിഗ്രി നിങ്ങൾ ഈ കാണുന്നത് ഇവിടെയാണ്, വൈ ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതല്ല കേട്ടോ, അതല്ല ഉദ്ദേശിച്ചത്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ എക്സ് ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ no change in ഫംഗ്ഷന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. അതായത് എക്സ് ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ കോസ് തന്നെ, സൈൻ തന്നെ, കോട്ട് തന്നെ, ടാൻ തന്നെ, യാതൊരുവിധ വ്യത്യാസവും വരില്ല. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് നോ ചേഞ്ച്. ഇതിന് നോ ചേഞ്ച് ആണ്. കോസ് 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയായി മാറും. നോ ചേഞ്ച്. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ, നോ ചേഞ്ച്, ഒരു പ്രശ്നമില്ല. കോസ് 180 പ്ലസ് തീറ്റ കോസ് തീറ്റ തന്നെ. പക്ഷേ 180 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം 180 ഡിഗ്രി പ്ലസ് തീറ്റ എന്ന് പറയുമ്പം വരുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ ആരാണ് പോസിറ്റീവ്?
ടാനും ടാനിന്റെ റെസിപ്രോക്കലും മാത്രമാണ് പോസിറ്റീവ്. കോസ് അവിടെ പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് വെറും കോസ് തീറ്റ അല്ല, മൈനസ് കോസ് തീറ്റയാണ്. വെറും കോസ് തീറ്റ അല്ല, മൈനസ് കോസ് തീറ്റയാണ്. ഇവിടെ കിട്ടിയല്ല. ഇനി സൈൻ 0 മൈനസ് തീറ്റ. ഓബിയസ്ലി അതെന്താണ്? എക്സ് ആക്സിസുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയുന്നത്. നോ ചേഞ്ച്, സൈൻ തന്നെ, സൈൻ തന്നെ. പക്ഷേ വരുന്നത് 0 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും കോസിന്റെ റെസിപ്രോക്കലും ആണ് പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ സൈൻ നെഗറ്റീവായി മാറും. ഈ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഡൺ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വൈ ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ് കേട്ടോ. വൈ ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. വൈ ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഫംഗ്ഷന് ചേഞ്ച് ഉണ്ടാകും. എന്താണ് ആ ചേഞ്ച് എന്നാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. സൈന് കോസ് ആകും, തിരിച്ച് കോസ് സൈൻ ആകും. ടാന് കോട്ടാകും, തിരിച്ച് കോട്ട് ടാൻ ആകും. സീക്ക് കൊസീക്ക് ആകും, കൊസീക്ക് സീക്കാകും. സീക്ക് കൊസീക്കാകും, കൊസീക്ക് സീക്കാവും. ഈ ഒരു ചേഞ്ച് സംഭവിക്കും. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കോസ് 90 പ്ലസ് തീറ്റ, കോസ് 90 പ്ലസ് തീറ്റ. നിങ്ങൾ നോക്കുന്നു 90 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ വൈ ആക്സിസുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയുന്നത്. വൈ ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഫംഗ്ഷൻ ചേഞ്ച് ആകും. കോസ് എന്തായി മാറും? കോസ് എന്തായി മാറും? കോസ് എന്തായി? കോസ് സൈൻ ആയി മാറും. കോസ് സൈൻ ആയി മാറും. തീറ്റ തീറ്റ തന്നെ. ഇനി യഥാർത്ഥത്തിൽ കോസ് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. അതുകൊണ്ട് കോസ് 90 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. കോസ് 90 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. മനസ്സിലായോ? കുഴപ്പമുണ്ടോ? മനസ്സിലായി സർ. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. ഇനി ഈ ഒരു പോയിന്റിന് ശേഷം നിങ്ങൾക്ക് ആരും ഇത് പറഞ്ഞു തരാനൊന്നും പോകുന്നില്ല. വീണ്ടും ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നമുക്ക് ലാവിഷായിട്ട് ഇത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഒരു കുഴപ്പമില്ല, പറഞ്ഞു തരുന്ന ഓക്കെയാണ്. പക്ഷെ ഇതിന് ശേഷം പറഞ്ഞു തരില്ല, ആരും പറഞ്ഞു തരില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അറിഞ്ഞുകൂടാത്തതായിട്ടുണ്ടോ ആർക്കെങ്കിലും? ശരി, ഓക്കെ, ഡൺ. ശരി, അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്നു. നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സിനെ 0 ഇക്വേറ്റ് ചെയ്തപ്പോ കിട്ടിയത് കോസ് എക്സ് ഇസ് ഈക്വൽ ടു -1/2 ആണ്. അതായത് കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. നമ്മുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് കോസ് ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. അതായത് ഫസ്റ്റ് ക്വാർട്ടറിലും സെക്കൻഡ് ക്വാർട്ടറിലും കോസ് പോസിറ്റീവ് ആണ്. പക്ഷേ എന്തിലാണ്? സെക്കൻഡിലും തേർഡിലും കോസ് നെഗറ്റീവ് ആണ്. കോസ് നെഗറ്റീവ് ആണ്. കോസ് വാല്യൂ നെഗറ്റീവ് ആണ്. അതായത് നിങ്ങൾക്കറിയാം കോസ് 60 ആണ്, 60 ഡിഗ്രി എന്ന് ഞാൻ പറയുമ്പോൾ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് എത്രയാണ്? π/3 ആണ്. π/3 ആണ് 1/2. കോസ് π/3 ആണ് 1/2. സമ്മതിച്ചു. പക്ഷെ എനിക്ക് ഇത് നെഗറ്റീവായി കിട്ടണമെങ്കിൽ ഞാൻ പോകേണ്ടത് സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലുമാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ കോസ് 180 പ്ലസ് π/3യും കോസ് 180 മൈനസ് π/3യും എടുത്തു. കോസ് 180 മൈനസ് π/3. ഈ 180 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പൈ ആണ്. 180 എന്ന് പറയുമ്പോൾ ആംഗിൾ പൈ ആണ്. അപ്പൊ ഞാൻ അവിടെ പൈ എന്ന് എഴുതുന്നു. പൈ പ്ലസ് π/3യും പൈ മൈനസ് π/3. ഓബിയസ്ലി പൈ മൈനസ് π/3 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. എക്സ് ആക്സസുമായി ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ട് കോസ് തന്നെയാണ്, യാതൊരുവിധ വ്യത്യാസമില്ല. പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ്. കോസ് π/3 1/2 ആണ്, അതായത് -1/2.
ഇനി cos pi plus pi by 3 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തേർഡ് ക്വാഡ്രന്റിലേക്ക് വരും. എക്സ് ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ട് യാതൊരു ചേഞ്ചും ഇല്ല pi by 3. പക്ഷേ തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ്. ഇപ്പൊ -1/2 -1/2. ഇപ്പൊ നിങ്ങൾക്ക് കോസിന്റെ വാല്യൂ എപ്പോഴാണ് -1/2 ആവുന്നതെന്ന് മനസ്സിലായോ? കോസിന്റെ വാല്യൂ എപ്പോഴാണ് മനസ്സിലായി സർ. അപ്പൊ ഇതാണ് കാര്യം. നമ്മൾ വീണ്ടും 360 ഡിഗ്രി കറങ്ങി വരുത്തോറും ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ, റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറയുമ്പോ നമ്മള് 3 × π മൈനസ് പൈ 2π/3 ആണ്. 2π/3 എന്ന് പറയുമ്പോൾ 360/3 120 ഡിഗ്രിയാണ്, 120 ഡിഗ്രി. ഇനി പൈ പ്ലസ് π/3 എന്ന് പറയുമ്പോ 4π/3 ആണ്, 4π/3 എന്ന് പറയുമ്പോ 240 ഡിഗ്രിയാണ്, 240 ഡിഗ്രി. നമ്മൾ വീണ്ടും 360 ഡിഗ്രി കറങ്ങി വരുന്നതോറും ഈ വാല്യൂ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അതായത് ഇപ്പൊ കോസ 2π/3 ഇത് 120 ഡിഗ്രി, 120 ഡിഗ്രിയില് -1/2 ആയല്ലോ, -1/2 ആയല്ലോ. 360 ഡിഗ്രി കറങ്ങി വരിക, അതായത് 480 ഡിഗ്രിയിലും -1/2 ആയിരിക്കും കോസിന്റെ വാല്യൂ. വീണ്ടും 360 ഡിഗ്രി കറങ്ങി വരിക, വീണ്ടും 360 ഡിഗ്രി കറങ്ങി വരുമ്പോ നിങ്ങൾക്ക് 0, 4, 8 840 ഡിഗ്രി, അവിടെയും -1/2 തന്നെ. അതുപോലെ 240 ഡിഗ്രി ഉണ്ടല്ലോ, അവിടെയും 360 ഡിഗ്രി വീണ്ടും കറങ്ങി വരുമ്പോ 600 ഡിഗ്രി, അവിടെയും -1/2 ആയിരിക്കും വാല്യൂ. വീണ്ടും കറങ്ങി വരുമ്പോ വീണ്ടും -1/2 ആയിരിക്കും വാല്യൂ. അതായത് ഈ വാല്യൂ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് cos x -1/2 ആകുന്ന ഇഷ്ടം പോലെ വാല്യൂകളുണ്ട്, ഇഷ്ടം പോലെ വാല്യൂകളുണ്ട്. ആ ഇഷ്ടം പോലെ വാല്യൂകളുടെ ഒരു അറ്റമാണ് ഞാൻ എഴുതി തന്നത്. ഇനി 360 പ്ലസ് 360 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കിട്ടും. ഈ പെയർ മാത്രമല്ല കേട്ടോ, ഇവിടെ നമുക്ക് അടുത്ത് 240 ഡിഗ്രി ഉണ്ടല്ലോ, 4π/3, അവിടെ 360 ഡിഗ്രി, 600, 960. ഈ ഡിഗ്രികളെല്ലാം വീണ്ടും ഈ വാല്യൂ തന്നെ തന്നുകൊണ്ടിരിക്കും. ഇനി കൂട്ടണ്ട, കുറയ്ക്കുകയും ചെയ്തു, കുറയ്ക്കുമ്പോഴും ഈ വാല്യൂ തന്നെ തന്നുകൊണ്ടിരിക്കും, കുറയ്ക്കുമ്പോ ഈ വാല്യൂ തന്നെ തന്നുകൊണ്ടിരിക്കും. അതായത് cos x -1/2 ആകുന്ന എത്ര വാല്യൂകളുണ്ട് എക്സിന്, എത്ര വാല്യൂകളുണ്ട്? cos x -1/2 ആണ്. അതായത് f' 0 ആകുന്ന എത്ര പോയിന്റുകളുണ്ട്? പറയൂ, എത്ര പോയിന്റുകളുണ്ട്? കേൾക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? പറയുന്നില്ല. എത്ര വാല്യൂകളുണ്ട്? 360 പോയിന്റോ? നിങ്ങൾ പറ. 160 120 എന്നൊരു വാല്യൂ കിട്ടി, 2π/3 120 ഞാൻ പറഞ്ഞു. അതിന്റെ കൂടെ 360 കൂട്ടിയാൽ വീണ്ടും കിട്ടും, വീണ്ടും 360 കൂട്ടും വീണ്ടും കിട്ടും, വീണ്ടും 360 കൂട്ടും വീണ്ടും കിട്ടും, വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. ഇനി 360 കുറച്ചിരുന്നു കിട്ടിക്കൊണ്ടിരിക്കും. 120 മൈനസ് 360 എന്ന് പറയുമ്പോൾ -240. അതും കൊടുക്കുമ്പോഴേ, അതും നിങ്ങൾ ഇതിന്റെ അകത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തേ കിട്ടത്തുള്ളൂ? -1/2 കിട്ടത്തുള്ളൂ കോസിന്റെ അകത്ത് കൊടുക്കുമ്പോൾ. ഉറപ്പാണ്, അതിൽ യാതൊരുവിധ സംശയം വേണ്ട. അപ്പൊ എത്ര വാല്യൂ കൊടുത്താൽ, എക്സിന് എത്ര വാല്യൂ കൊടുത്താൽ കോസ് -1/2 വരും? എത്ര വാല്യൂ? ഇവിടെ ഇപ്പൊ എത്ര വാല്യൂ ഉണ്ട്? എക്സെട്ര, പിന്നെ താഴോട്ട് എക്സെട്ര. അതേപോലെ 240 പ്ലസ് എക്സെട്ര, മൈനസ് ഇട്ടാലും എക്സെട്ര കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എത്ര വാല്യൂകളുണ്ട്? നിങ്ങൾ തന്നെ നോക്കി പറ. പിടി കിട്ടിയില്ലേ പിള്ളേരെ? ഇൻഫൈനൈറ്റ്ലി മെനി അല്ലേ? നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത? ഇൻഫൈനൈറ്റ്ലി മെനി അല്ലേ? ഒരുപാട് എക്സ് വാല്യൂ എടുത്ത് കൊടുത്താലും കോസ് -1/2 തന്നെ തന്നുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി സർ. അപ്പം ഇൻഫൈനൈറ്റ്ലി മെനി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ആർക്കും പിടിയിട്ടില്ല. ഒന്നും നിങ്ങൾ പറയുന്നുമില്ല, ഒന്നും ചോദിക്കുന്നില്ല. പെട്ടെന്ന് നിങ്ങൾ ഇതായിപ്പോയി, സ്റ്റക്കായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്.
സർ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി. ഓക്കെ, ഇഷ്ടം പോലെ വാല്യൂ ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്നത് ഇഷ്ടം പോലെ വാല്യൂകൾക്കാണ്. ഇഷ്ടം പോലെ വാല്യൂകൾക്ക് 120-നാകും, പ്ലസ് 360 കൂട്ടുമ്പോ 480-നാകും, പിന്നെയും 360 കൂട്ടുമ്പോ 0.4 840-നാകും. ഇങ്ങനെ ഇനി നെഗറ്റീവ് ആണെങ്കിൽ -360 ചെയ്യുമ്പോ -240, ഇനി -360 വീണ്ടും ചെയ്യുമ്പോ -600 എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇനി 240 എന്നൊരു വാല്യൂ കിട്ടി, അതിന്റെ കൂടെ 300 കൂട്ടുമ്പോ 240 എന്നൊരു വാല്യൂ കിട്ടി, അതിന്റെ കൂടെ 360 കൂട്ടുമ്പോ 600 കിട്ടും. വീണ്ടും 360 960 കിട്ടും. ഇനി 360 കുറയ്ക്കുമ്പോ -120 കിട്ടും. വീണ്ടും കുറയ്ക്കുമ്പോ -480 കിട്ടും. ഈ വാല്യൂവിനല്ല എഫ് ഡാഷ് ഓഫ് എക്സ് 0. എല്ലാം ഡിഗ്രി ആണ്, എല്ലാം ഡിഗ്രി കണക്കാണ്. 360 ഡിഗ്രി മാറുമ്പോ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്റെ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റുകളെ കണ്ടുപിടിച്ചിട്ട് എന്റെ അടുത്ത ജോലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എന്താണ്? നമ്പർ ലൈൻ വരച്ചിട്ട് ഇവരെ എല്ലാവരെയും മാർക്ക് ചെയ്യലല്ലേ എന്റെ ജോലി, അല്ലേ? ഈ നമ്പർ ലൈനിൽ ഇവരെ എല്ലാവരെയും കൂടെ മാർക്ക് ചെയ്ത് എന്തെങ്കിലും തീരുവോ? ഇല്ല. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? മാർക്ക് ചെയ്തതിനു ശേഷം ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് ഓരോന്നോരോന്നായിട്ട് ഫൈൻഡ് ചെയ്യണം. ഓരോന്നോരോന്നായിട്ട് ആർബിട്രറിലി എടുക്കണം. എന്നിട്ട് അവരെ ഫംഗ്ഷനിൽ കൊടുത്ത് വാല്യൂസ് കണ്ടുപിടിച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കണം. അപ്പോ ഇതിലെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി? ക്വസ്റ്റ്യനിലെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി? നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇന്നൊന്നും തീരുമാനിച്ച് കഴിയൂല. ക്വസ്റ്റ്യനിലെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പൊ ഇതാണ് കുഴപ്പം. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. അതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളോട് 0യുടെയും 2πയുടെയും ഇടയിലുള്ള വാല്യൂസ് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇവര് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാ വാല്യൂ ഒന്നും എടുക്കണ്ട. 0ന്റെയും 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി, 0ന്റെയും 360 ഡിഗ്രിയുടെ ഇടയിലുള്ള ആൾക്കാരെ മാത്രം എടുത്താൽ മതി. എല്ലാവരെയും ഒന്നും എടുക്കണ്ട എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കൃത്യമായി, നിങ്ങളുടെ ടെക്സ്റ്റ് കൃത്യമായി ഈ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നു. അപ്പൊ നമുക്ക് ഈ ഉള്ള എല്ലാവരും വേണ്ട. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ 0ന് വെളിയിലാണ്. അപ്പൊ ഇവരൊക്കെ ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ആയിപ്പോകും. 480 340 ഡിഗ്രി ഒക്കെ ഈ 360-നേക്കാൾ കൂടുതലാണ്. 600 ഡിഗ്രി ഇവരും ഒക്കെ 360-നേക്കാൾ കൂടുതലാണ്. ഇവരാരും വേണ്ട, ഇവര് രണ്ടുപേരും മാത്രം മതി. അതായത് 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ 2π/3യും 480 ഡിഗ്രി അതായത് 4π/3യും മാത്രം മതി. വേറെ എല്ലാവരെയും അങ്ങ് കളഞ്ഞേക്കാൻ. അവരെ ആരെയും കൺസിഡർ ചെയ്യണ്ട. 0ന്റെയും ഇത് ലിമിറ്റ് ആണ് കേട്ടോ. 0ന്റെയും 2πയുടെ ഇടയിലുള്ള ആൾക്കാർ മാത്രം നമുക്ക് മതി. 0ന്റെയും 2πയുടെ ഇടയിലുള്ള ആൾക്കാർ മാത്രം മതി, അല്ലാതെ വേണ്ട. അതായത് നിങ്ങൾ കണ്ടോ, ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായി റെസ്ട്രിക്ഷൻ ഉണ്ട്. എല്ലാ വാല്യൂവും എടുക്കേണ്ട ആവശ്യമില്ല. Therefore your question is bounded in an interval. Question is talking about just an interval. ഇത് ആദ്യമായിട്ട് നിങ്ങൾ കാണുകയല്ലേ ഇന്റർവെല്ലിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിട്ട്. മനസ്സിലായോ? ഉദ്ദേശം മനസ്സിലായോ? മനസ്സിലായി സർ. ഇനി നിങ്ങൾ ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് മാത്രം നോക്കിയാൽ മതിയാവും. ഓക്കെ,